ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ജോലിക്കൊക്കെ പോകേണ്ട ദിവസമാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എണീറ്റപാടെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശയും പിന്നെ തലേ ദിവസത്തെ നമ്മൾ ബീഫ് കറിയും മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അങ്ങനെ അതാ നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇക്കാക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കും എനിക്കും വേണ്ടി മാത്രമേ ദോശ ഇടുന്നുള്ളൂ. ആൾക്ക് മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ആൾ ദോശയൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അങ്ങനെ ദോശയൊക്കെ ചുട്ടിയതിന് ശേഷം നമ്മൾ കണിയും ചായയും കൂടിയൊക്കെ ഇടുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക ജോലിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഞാൻ കഴിക്കാൻ ഇരുന്ന ടൈമിൽ തന്നെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയ ദോശയും അതുപോലെ തന്നെ ബീഫൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇക്ക പോയതിന് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഇന്ന് ലഞ്ചിന് ചിക്കൻ പുരട്ടും അതുപോലെ തന്നെ ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്കായും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചിക്കൻ പുരട്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ പുരട്ടിന് വേണ്ടി എല്ലാ സംഭവവും നമ്മൾ റെഡിയാക്കി ഇതാ നമ്മൾ പുരട്ടൊക്കെ ശരിയായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ചോറ് വെക്കണം. അപ്പോൾ പതിവ് പോലെ തന്നെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറുപയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്താട്ടോ വേവിച്ചത്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും 2 വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഈ ഒരു കറി ഇവിടെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെയും വാവ കുറച്ച് ഇതിൻ്റെ ഗ്രേവി കൂട്ടിയൊക്കെ ചോറ് കഴിക്കും. ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല. ഇക്കാക്ക് പിന്നെ ചെറുപയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഗ്രേവി മാറ്റി തോരൻ പോലെ ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കടുക് മാത്രം താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ പപ്പടമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഇക്ക കഴിക്കുന്ന ടൈമിൽ വാവയ്ക്ക് ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇക്ക ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്നാട്ടോ കഴിക്കുന്നത്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഐസിന് ചിക്കൻ്റെ ബോൺസ് ഇങ്ങനെ ചപ്പിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് വലിയ പോസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്കിന്ന് ക്ലിനിക്കിൽ പോകേണ്ട ചെറിയൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ജോലി കഴിഞ്ഞ് വന്ന ടൈമിലേക്ക് ഇതുപോലെ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം മിഠായും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയും മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി മിഠായിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമാണ്, അതുപോലെ ഇക്കാക്കും ഇഷ്ടമാണ്. അതിനുശേഷം വാവേനെ ഒരുക്കി കേട്ടോ. ആളെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പുറത്തെവിടെയോ പോകുകയെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആളെ ഒരുക്കി ഞാനും ഒരുങ്ങി. ഇനി ഇക്ക കുളിച്ചൊരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകേണ്ടത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഇക്കാൻ്റെ കൂടെ തന്നെ പോയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. ക്യാമറ കണ്ടു കഴിയുമ്പോൾ ആൾസിന് ഭയങ്കര സന്തോഷം ചിരിയൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് സമയം ജനലൊക്കെ തുറന്നൊന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചെങ്കിലും പുറത്തുനിന്ന് ഭയങ്കര ചൂട് കാറ്റായിരുന്നു കേട്ടോ. റൂമിലുണ്ടായിരുന്ന തണുപ്പും കൂടി പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജനലൊക്കെ തുറന്ന് ഈ കാഴ്ചയൊക്കെ നോക്കി നിൽക്കാൻ. എത്ര നേരം വേണമെങ്കിലും നോക്കിക്കൊണ്ടിരുന്നോളും, അത്രയും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുങ്ങി പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മൊത്തം കുഴിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ പോകുന്ന സമയത്തൊക്കെ വാവ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ആൾ എക്സ്പെക്റ്റ് ചെയ്തത് പാർക്കിൽ പോകുമായിരുന്നു എന്നങ്ങാണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയത് ക്ലിനിക്കിലാണ്. അങ്ങനെ ക്ലിനിക്ക് എത്തിയ പാടെ തന്നെ ആൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര പേടിയായിട്ട് ക്ലിനിക്കിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാലും കരയാൻ തുടങ്ങും. ആൾക്കാരെടുക്കുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ.
പിന്നെ ഐസുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ നമ്മൾ സ്കാനിങ്ങിന് വരുമ്പോൾ ഇവിടെ ആട്ടോ വെയിറ്റ് ചെയ്യാറ്. നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലാണ് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. ഐസു ആണെങ്കിൽ ഫുൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത്. അങ്ങനെ ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഐസുവിന് ഇതാ മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ദാ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ ഒരു 10 മിനിറ്റ് നടത്തം പോലും ഇല്ല കേട്ടോ വീട്ടിലോട്ട്. ബാക്കിയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ.